ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതി സ്വന്തമായി പുറത്തുനിന്ന് ഒരാളെ ഗായത്രി നിലയത്തിലേക്ക് താമസിപ്പിക്കാൻ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ജാസ്മിനെയും അവിടെ താമസിപ്പിക്കണമെന്ന് പ്രഭാവതിയും സുശീലയും വാശി പിടിക്കുന്നുണ്ട്. ആ സമയം തൻ്റെ കയ്യിലിരുന്ന ബാഗ് താഴെ വെച്ചിട്ട് വിശാൽ സർ എന്ന് പറഞ്ഞിട്ട് ശേഖർ നേരെ കൈയും നീട്ടി വരുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ്. അത് കണ്ട് പെട്ടെന്ന് പ്രഭാവതി ഒന്ന് ഞെട്ടി ആ കൈയിലേക്ക് വിശാൽ കയറി പിടിക്കുന്നുണ്ട്. വിശാൽ സാർ, ഈ അന്ധനെ കൈവിടാതിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പാർവതി അദ്ദേഹത്തിന്റെ ബാഗും എടുത്ത് മുത്തശ്ശ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് കയ്യിലേക്ക് പിടിച്ച്. വിശാൽ മുകളിലേക്കും പോകുന്നു. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് നിർത്തിയിട്ട് പാർവതി അദ്ദേഹത്തോട് പറയുന്നു, ഇതാണ് എൻ്റെ ഗായത്രി അമ്മ. അദ്ദേഹം ആ ഫോട്ടോയിലേക്ക് തൊടുന്നുണ്ട്. ദാ ഇവിടെ എന്ന് പറഞ്ഞ് പാർവതി ആ ഫോട്ടോയിലേക്ക് തൊട്ട് കാണിക്കുന്നു. ശേഷം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാൻ തുടങ്ങുന്നു. ശേഷം കാണിക്കുന്നത് ജാസ്മിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജതിൻ പോലീസ് സ്റ്റേഷനിലായതിനു പിറകെ തന്നെ പൊട്ടക്കണ്ണൻ ശേഖർ ഇവിടെ താമസിക്കാൻ തുടങ്ങി. അദ്ദേഹം ആരാണെന്ന് പാർവതി ഒഴികെ മറ്റാർക്കും അറിയില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. സുശീല ജാസ്മിൻ അരികിലേക്ക് വന്നു. നീ എന്തോ ഗഹനമായ ആലോചനയിലാണല്ലോ. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അങ്ങനെയൊരു തോന്നൽ നിനക്ക് പതിവില്ലാത്തതാണല്ലോ. ഇനി ദഹനക്കേട് വല്ലതുമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം. ശരി ആൻറ്റി പറഞ്ഞത്, ഇത് ദഹനക്കേട് തന്നെയാണ്. ഈ വീട്ടിലെ മരുമോളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ, നീ എന്തിനാ ഗാർഗിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് സുശീല പറയുന്നു. അയ്യോ എൻ്റെ ആൻറ്റി, ഞാൻ അവളുടെ കാര്യമല്ല പറഞ്ഞത്, ആ മറ്റവളുടെ കാര്യമാണ്. പാർവതി. ആര്? പാർവതിയോ? അവൾ ഈ വീട്ടിലെ മരുമകളോ? നിനക്ക് എങ്ങനെയാണ് ഇത് പറയാൻ തോന്നിയത്? എനിക്ക് ആ നശിച്ചവളുടെ പേര് കേൾക്കുന്നത് തന്നെ അറപ്പാണ് എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിശാൽ അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണത്. അത് നോക്കുമ്പോൾ അവൾ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ്. സുശീല പറയുന്നു, നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലായി. അല്ലെങ്കിലേ നീ ഈ ഇരട്ടത്താപ്പ് ഡയലോഗ് അടിക്കില്ല. എന്താ കാര്യം? ജാസ്മിൻ പറയുന്നു, ഇരട്ടത്താപ്പും കുത്തിത്തിരിപ്പും ഈ വീട്ടിലുണ്ടാക്കുന്നതേ പാർവതിയാണ്. അവളെല്ലാം അറിയുന്നുണ്ട് ആൻറ്റി. നമ്മൾ നടത്തുന്ന രഹസ്യ നീക്കങ്ങൾ പോലും അവൾ അറിയുന്നുണ്ടെന്നതാണ് സത്യം. അതാണ് എൻ്റെ പേടി. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. അവളെക്കുറിച്ച് അവക്കൊരു ചുക്കും അറിയില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ, അത് ആൻറ്റിയുടെ വെറും തോന്നലാണെന്ന് ജാസ്മിൻ പറയുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിലേ അവളെന്തോ കാര്യമായി പഠിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ മുറ്റത്ത് പോലും പോകാത്തവള് എന്ത് പഠിച്ചു എന്നാ നീ പറയുന്നത്? എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ആൻറ്റി, വിഗ്രഹങ്ങളുടെ മുന്നിൽ പൂജ നടത്തുന്നതിന് പള്ളിക്കൂടങ്ങളോ ബിരുദാനന്തര ബിരുദോ ഒന്നും വേണ്ട. ഓം ക്രീം സ്വാഹ എന്ന് പോലുള്ള കുറച്ച് മന്ത്രങ്ങൾ പഠിച്ചാൽ മതി. അവള് മന്ത്രം വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്നാ എൻ്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെയാ ഓരോന്ന് മുൻകൂട്ടി കാണുന്നത്? അവളെ ഒഴിപ്പിക്കാൻ വന്ന ദുർമന്ത്രവാദി കാട്ടൂർ ഭൈരവനാണെങ്കിൽ, അവളാണെങ്കിൽ അയാളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. കണ്ടില്ലേ അടിയും കൊടിച്ച് തല്ലി ഓടിച്ചത്? അത് മാത്രമല്ല, ജതിൻ വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അവളെങ്ങനെ മനസ്സിലാക്കി? വിശാലിന്റെ നേരെയുള്ള ഓരോ അപകടങ്ങളും അവൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ? അതിനെപ്പറ്റി സുശീലയും ഒന്ന് ആലോചിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് ജാസ്മിൻ. ഞാൻ ഓർക്കുന്നു, നിന്റെ എൻഗേജ്മെന്റിന് ഒരു വലിയ കാറ്റടിച്ചതും നിനക്ക് തിരികൊളുത്താൻ സാധിക്കാതിരുന്നതും ഓർമ്മയില്ലേ? ആ കാര്യം ജാസ്മിനും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞതുപോലെ അവൾ എന്തോ മന്ത്രവാദം പഠിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് കരണ്ട് പോകുന്നത്. ആ ദുശകുനത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും കരണ്ട് പോയി എന്ന് സുശീല പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. സുശീല ജാസ്മിന്റെ കാലിലേക്കും ജാസ്മിൻ സുശീലയുടെ കാലിലേക്കും മാറി മാറി നോക്കുകയും ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്ക് നല്ല പേടിയാവുന്നു. ജാസ്മിൻ, നീ വല്ലതും കേട്ടോ എന്ന് സുശീല ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഒരു കുലസിന്റെ ശബ്ദമല്ലേ? ശരിക്കും കേട്ടോ. പെട്ടെന്ന് അതുവഴി ആരോ പോകുന്നത് അവർ രണ്ടുപേരും കാണുന്നുണ്ട്. ജാസ്മിൻ, ആരായിരിക്കും അത്? എനിക്ക് പേടിയാവുന്നടി എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ആൻറ്റി ഒന്ന് പേടിക്കാതിരിക്കേ, ഞാനില്ലേ കൂടെ. അതാണ് എൻ്റെ പേടിയെന്ന് സുശീല. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നീ എന്നെ തള്ളിയിട്ടിട്ട് ഓടിപ്പോവില്ലേ? വെറുതെ പേടിച്ച് വിറച്ച് കോമഡി പറയില്ലേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്കൊരു രൂപം വരികയും ആ രൂപത്തിന്റെ കയ്യിൽ ഒരു മെഴുകുതിരി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ സുശീലയും ജാസ്മിനും നന്നായിട്ട് കാണുന്നു. ആൻറ്റി, എനിക്കും പേടിയാവുന്നുണ്ട്. അത് പ്രേതമാണോ അതോ മറുതയാണോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. ആരായാലും വാ തുറന്ന് പറഞ്ഞൂടെ? ഹു ആർ യു? നീ ആരാന്ന് എന്നെ കരഞ്ഞുകൊണ്ട് സുശീല ചോദിക്കുന്നു. നിന്നോടല്ലേ ചോദിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ നീ? ഈ ജാസ്മിൻ ആരാണെന്ന് ശരിക്കും നീ അറിയും എന്ന് ജാസ്മിനും പറയുന്നുണ്ട്. അവരെ നേർക്ക് ആ രൂപം തിരിയുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് നടന്നു വരികയാണ്. ഭയത്താൽ ജാസ്മിൻ സുശീലയുടെ കയ്യിൽ പിടിക്കുന്നു. ആൻറ്റി, പയ്യെ എൻ്റെ കൂടെ വാ, നമുക്ക് മുങ്ങാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്.
എന്നെ പിറകിലാക്കി നീ നടക്കല്ലേ, നമുക്ക് ചേർന്ന് നടന്നു പോകാം, എന്താടി നീ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ സുശീല പറയുന്നു. ജാസ്മിൻ സുശീലയുടെ കയ്യിൽ പിടിച്ച് പതിയെ നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം പാർവതി നിലവിളക്കിന് വിളക്ക് തെളിയിക്കുന്നുണ്ട്. ഇരുട്ടത്ത് ആ ദീപത്തിൽ നിന്നും വരുന്ന വെളിച്ചം കാണാൻ എന്തൊരു ഐശ്വര്യമാണ് അല്ലേ പാറോ എന്ന് മണിക്കുട്ടൻ പറയുന്നുണ്ട്. ശേഖറും അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ കറണ്ട് പോയ സമയത്ത് നമുക്ക് മുത്തശ്ശന്റെ ജീവിത കഥ കേട്ടാലോ എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ശേഖർ പൊട്ടിച്ചിരിക്കുന്നു. മുത്തശ്ശന്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ കറണ്ട് വരുന്നത് വരെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്തിനാ മണിക്കുട്ട നീ അദ്ദേഹത്തെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ആ സമയം വിശാൽ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്താ 3 പേരും കൂടി സംസാരിക്കുന്നത്? ഞാൻ കൂടി കേൾക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അല്ല, ഇതാരെ വിശാൽ സാറോ? സാറിന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശേഖർ എണ്ണീക്കാൻ തുടങ്ങുന്നു. വേണ്ട, എന്തിനാ എണ്ണീക്കുന്നത്? എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേക്കേണ്ട കാര്യമില്ലെന്ന് വിശാൽ പറയുന്നുണ്ട്. വേണ്ട സാർ, വയസ്സിന് ഇളയവനാണെങ്കിലും ഗായത്രി അമ്മയുടെ മകന് മുന്നിൽ അല്പനേരം നിൽക്കുന്നത് തെറ്റില്ല എന്ന് ശേഖർ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? എന്റെ അമ്മയെ അറിയാന്നോ? ഗായത്രി അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് വിശാൽ ചോദിക്കുന്നു. അത് കൊള്ളാം, ഈ പട്ടണത്തിൽ ഗായത്രി അമ്മയെ അറിയാത്തവരായിട്ട് ആരാ വിശാൽ സാർ ഉള്ളത്? എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത ദേവതയാണ് ഗായത്രി അമ്മ. ഇതൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും. മണിക്കുട്ടൻ പറയുന്നു, വിശാൽ സാർ, ഈ സാറിനോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടിയില്ല. മണിക്കുട്ട മിണ്ടാതിരുന്നേ. വിശാൽ സാർ, ഞാൻ സാറിന് ഇരിക്കാൻ ഒരു കസേര എടുത്തിട്ട് വരാമെന്ന് പാർവതി പറയുന്നുണ്ട്. വേണ്ട, കറണ്ട് ഇനി എപ്പോൾ വരുമെന്ന് അറിയില്ല. ഈ പുതിയ അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെ? ചന്ദ്രസാറിനെ പേടിയൊന്നുമില്ലല്ലോ എന്ന് വിശാൽ ശേഖറിനോട് ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നുണ്ട്, ഈ ഇരുട്ട് ഈ വയസ്സിനൊരു പുതുതല്ല, പഴകിപ്പോയി, അതുകൊണ്ട് തന്നെ ഭയവുമില്ല. സാർ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, എനിക്കും ഒരു ഭയവും ഇല്ലെന്ന് പാർവതിയും പറയുന്നു. ഈ ഉദയനുരമ്മയുടെ ഈ വെളിച്ചമുള്ള കാലം ആര് പേടിക്കാനാ വിശാൽ സാർ? നിങ്ങളെയൊക്കെ കാണുമ്പോഴേ എനിക്ക് അസൂയാണ് തോന്നുന്നത്. ഏത് സിറ്റുവേഷനിലും എത്ര കൂളായിട്ടാ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നു, അതൊക്കെ പോട്ടെ, അച്ഛൻ എങ്ങനെയുണ്ട്? അല്ല, ഞാനും അത് ചോദിക്കാനിരിക്കുകയായിരുന്നു. വലിയ സാറിന് എങ്ങനെയുണ്ട് കുഞ്ഞെ? അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരു അനുവാദം തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെന്ന് ശേഖർ പറയുന്നുണ്ട്. കാണണമെന്നോ എന്ന് സംശയത്തോടെ വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു, അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോകണമെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ അച്ഛനെ കാണുന്നതെന്ന്. ശേഖർ പറയുന്നു, അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ എന്നെ ഒന്ന് സമ്മതിക്കോ? വിശാൽ സാർ മടിക്കണ്ട, കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ കാണിക്കോ. നല്ല മനസ്സുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോൾ അച്ഛന് ഗുണം ചെയ്തേക്കും എന്ന് പാർവതി പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട്, വിളിച്ചോണ്ട് പോ വിശാൽ സാർ, ഞങ്ങളും വരാം കൂടെ. നിങ്ങളുടെ സാന്നിധ്യം അച്ഛന് ഉപകാരമാവുമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് വിശാലും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഉറക്കത്തിലാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല. ചൂട് കാരണം ഒട്ടും ഉറക്കവും വരുന്നില്ല. ചൂട് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഇവിടുത്തെ ജനറേറ്റർ ചത്തുപോയോ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ വിയർപ്പ്. അവിടെ ഇരുന്ന കർച്ചീപ്പെടുത്ത് തന്റെ കഴുത്തൊക്കെ തുടയ്ക്കുകയാണ് പ്രഭാവതി. പിന്നെ വീശുകയും ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ആ കർച്ചീഫിൽ എഴുതിയ കാര്യം കാണുന്നത്. 2008 ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു ആ കർച്ചീഫിൽ എഴുതിയിരുന്നത്. ആ സമയം പ്രഭാവതി പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് പ്രതാപൻ ഡ്രൈവറായിരുന്നു ഗായത്രിയുടെ. പ്രഭാവതിയും അടുത്ത് തന്നെയുണ്ട്. പ്രഭാവതിയോട് പ്രതാപൻ പറയുന്നു, ഇതാണ് ചേച്ചി ക്ലോറോഫോം, 2 തുള്ളി അകത്തായാൽ ആള് തട്ടിപ്പോകും, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചേച്ചിക്ക്? എടാ, ചെറിയൊരു അശ്രദ്ധ മതി, നമ്മൾ കുടുങ്ങും. ഇത് വേണോ പ്രതാപ? എനിക്ക് ഭയമാവുന്നു എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എൻ്റെ പൊന്നേച്ചി, ഇതോടെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും തീരും, ചേച്ചി പിടിക്കേ എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെ കയ്യിലേക്ക് പ്രതാപൻ അത് വെച്ചു കൊടുക്കുന്നു. നമുക്ക് ആവശ്യം 2 ലക്ഷം രൂപയാണെങ്കിലും ഒരു 3 ലക്ഷം കൂടുതൽ എടുക്കണം. ഒരു 3 ചെക്ക് ലീഫെങ്കിലും എടുക്കണം. ഒപ്പിട്ട സാധനമുണ്ടല്ലോ അല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അളിയനുള്ള പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞിട്ട് ആ കർച്ചീഫ് അന്ന് പ്രതാപൻ പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുത്തതായിരുന്നു. അതിലേക്ക് ക്ലോറോഫോം ഒഴിക്കാൻ പറയുന്നുണ്ട് പ്രതാപൻ. അങ്ങനെ പ്രഭാവതി ഒഴിക്കാൻ തുടങ്ങുന്നു. ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആരും കാണാതെ വേഗം പോ, അളിയൻ നല്ല ഉറക്കത്തിലാണ്, ദേ പിടിക്കേ, വേഗം പോ ചേച്ചി എന്ന് പറഞ്ഞ് പ്രഭാവതിയെ പ്രതാപൻ പറഞ്ഞു വിടുന്നുണ്ട്. അന്ന് ഗോപിനാഥ് നല്ല ഉറക്കത്തിലായിരുന്നു. അവിടേക്ക് ആ ക്ലോറോഫോം ഒഴിച്ച കർച്ചീഫുമായി പ്രഭാവതി എത്തി. ഗോപിനാഥിനെ മയക്കിക്കിടത്തുകയും ചെയ്യുന്നുണ്ട്. സംഗതി സക്സസ് ആയി. കയ്യിൽ നിന്ന് പോകുന്ന ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ടു പോയി. തുടർന്ന് പ്രഭാവതി ചെക്ക് ലീഫ് എടുത്തു.
പ്രതാപൻ പറഞ്ഞതുപോലെ 2 ലക്ഷം രൂപ പോരാ, വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല, ഒരു 5 ലക്ഷം രൂപ തന്നെ എടുത്തേക്കാം. അങ്ങനെ 2-3 ചെക്ക് എടുക്കുകയാണ് പ്രഭാവതി. ഈ കാര്യമാണ് പ്രഭാവതി ആലോചിക്കുന്നത്. ആ കർച്ചീഫാണ് ഇപ്പോൾ പ്രഭാവതിയുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. പ്രതാപ എന്ന് പ്രഭാവതി കുറെ നേരം കൊണ്ട് വിളിക്കുന്നു. പ്രതാപൻ അവിടെ എത്തി. ദാ നോക്ക്, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, എന്താ ചേച്ചി ഇത്? എന്തോ അത്യാവശ്യ കാര്യത്തിന് വിളിച്ചാണ് ഞാൻ കരുതിയത്. ഈ 10 രൂപയുടെ കർച്ചീഫ് കാണിക്കാനാണോ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? പ്രഭാവതി വീണ്ടും പറയുന്നു, എടാ മണ്ട, നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കർച്ചീഫാണിത്. ഇതിൽ 2008 ഹാപ്പി ന്യൂ ഇയർ എഴുതിയിരിക്കുന്നത് കാണാൻ വയ്യേ? അത് പ്രതാപൻ തുറന്നു നോക്കുന്നുണ്ട്. ഇത് ഏത് കർച്ചീഫാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതും നമ്മൾ തമ്മിലുള്ള ബന്ധവും ഓർമ്മയുണ്ടോ നിനക്ക്? പ്രതാപൻ പറയുന്നു, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനേ വയ്യ. ഓർക്കണം, 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കർച്ചീഫിലാണ് ഞാൻ ക്ലോറോഫോം പുരട്ടിയത്. അതിനുശേഷം ഇത്രയും കാലം ഞാനിത് കണ്ടിട്ടേയില്ല. ഇന്നിപ്പോ ഈ കർച്ചീഫ് എന്റെ റൂമിൽ വരണമെങ്കിൽ അതാരോ ഇവിടെ കൊണ്ടുവച്ചതായിരിക്കണം. പ്രതാപ, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരോ ഒരാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ ടാർജറ്റ് ചെയ്യുന്നുണ്ട്. പ്രതാപൻ പറയുന്നു, 16 വർഷം മുമ്പേ ഉള്ള ഈ രാത്രിയിൽ, അതും ഈ കറണ്ട് പോയ സമയത്ത് ഈ കർച്ചീഫ് ഇവിടെ കൊണ്ടിടാൻ ആരാണുള്ളത്? ടെൻഷനാവുകയാണ് പ്രഭാവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.